ഈടോറോ IPO പോകാൻ നിൽക്കാണ്. അവർ നാസ്ഡാക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് IPO ചെയ്യാൻ വെച്ചേക്കുന്നത്. IPO എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്. ഈടോറോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പ്ലാറ്റ്ഫോമാണ്. എന്തിന്? സ്റ്റോക്കും ക്രിപ്റ്റോവും ഇൻവെസ്റ്റ് ചെയ്യാനും ട്രേഡ് ചെയ്യാനും. ഇത്രേ ഉള്ളൂ. പക്ഷെ ഈ പ്ലാറ്റ്ഫോമിന്റെ ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേവറേറ്റ് സെക്യൂരിറ്റീസ് ഷെയർസ് വലിയ വലിയ കമ്പനികളുടെ ഈ ടെസ്ല, മൈക്രോസോഫ്റ്റ്, ഗൂഗിള് അവരുടെയൊക്കെ ഷെയർ നിങ്ങൾക്ക് വാങ്ങി വെക്കാം. ഇവിടെ ഇരുന്നിട്ട്, ഇന്ത്യയിൽ ഇരുന്നിട്ട്, അല്ലെങ്കിൽ ജപ്പാനിൽ ഇരുന്നിട്ട്, എവിടെ ഇരുന്നിട്ടായാലും നിങ്ങൾക്ക് വാങ്ങി വെക്കാം എന്നാണ്. പക്ഷെ ഇതുണ്ട്, ഹേർഡിൽസ് ഉണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ KYC ഒക്കെ ചെയ്യണമെന്ന് നിർബന്ധമുണ്ട്. സപ്പോർട്ടഡ് രാജ്യങ്ങൾക്ക് അതും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഒരു ഇതുണ്ട്, ഒരു ഘടകം ഉണ്ട് അതില്. മീൻസ് ഒരു ഒബ്സ്റ്റക്കിൾ ഉണ്ട്. അപ്പൊ ഈടോറോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലോക്കൽ ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് ട്രേഡിംഗ് അല്ലെങ്കിൽ ക്രിപ്റ്റോ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം അല്ല, അല്ലെങ്കിൽ ഇന്ത്യക്ക് മാത്രം ഉള്ള ക്രിപ്റ്റോ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം അല്ല. ഈടോറോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ ഇരുന്നിട്ടായാലും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതാണ് അതിന്റെ ഗുണം. ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഈടോറോയിൽ കയറിയിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. മീൻസ് അതിൽ വെറുതെ കയറി ട്രേഡ് ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ വല്ല ഇൻവെസ്റ്റ്മെന്റുകൾ വെക്കുകയാണെങ്കിൽ, മീൻസ് ക്രിപ്റ്റോ കറൻസി ഒക്കെ വാങ്ങി വെക്കാം, അത്ര തന്നെ. മീൻസ് സ്റ്റോക്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള പ്രൊസീജിയർ ഒക്കെ ഉണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് സപ്പോർട്ടർ ആണോ നോക്കണം നമ്മുടെ രാജ്യം ഈ ഒരു പ്രത്യേക സ്റ്റോക്ക് വാങ്ങാൻ. FTXന് അങ്ങനെ ഒരു ഗുണം ഉണ്ടായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ FTX ടോക്കണൈസ് ചെയ്തിട്ടുള്ള രീതിയിലായിരുന്നു സ്റ്റോക്കൊക്കെ വാങ്ങാൻ പറ്റുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്ര USDT ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ USDT ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അതിന് തുല്യമായിട്ടുള്ള സ്റ്റോക്ക് വാങ്ങാം. വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ടെസ്ല എടുത്ത് നോക്കാം, അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് എടുത്ത് നോക്കാം. മൈക്രോസോഫ്റ്റിന്റെ മൂല്യം എത്രയാന്ന് നോക്കാം. അത്ര അനുസരിച്ചിട്ടുള്ള USDC FTX ടോക്കൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പ്ലഗ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്റ്റോക്ക് കീപ്പ് ചെയ്യാം. മനസ്സിലായ? അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു അതില് ഓപ്ഷൻ. അങ്ങനെ നിങ്ങൾക്ക് വാങ്ങായിരുന്നു. പക്ഷെ FTX ഒക്കെ പൊളിഞ്ഞ് അപ്പടായി ഏറ്റവും വലിയ ഫ്രോഡാന്നാണ് പറയുന്നത് ഇപ്പൊ ക്രിപ്റ്റോ കറൻസി വേൾഡില്. ഈടോറോയില് അങ്ങനത്തെ കാര്യങ്ങളല്ല. ഈടോറിൽ കാശ് കൊടുത്തിട്ട് നമുക്ക് ഷെയർ വാങ്ങി വയ്ക്കാം. അങ്ങനത്തെ റോളാണ് ഈടോറോ. നിങ്ങൾ USDT അല്ല USD തന്നെ വേണമെന്നുണ്ട് തോന്നുന്നു. USDT തന്നെ വെച്ചിട്ട് വാങ്ങാൻ പറ്റും തോന്നുന്നു. പക്ഷെ അതിനനുസരിച്ച് കുറെ പ്രൊസീജിയർ ഒക്കെ ഉണ്ട് ഈടോറോയിൽ വാങ്ങണമെങ്കിൽ. എന്തായാലും ശരി, ഈടോറോ 2022 നെറ്റ് ലോസിലായിരുന്നു. $21 മില്യൺ ലോസിലായിരുന്നു, നെറ്റ് ലോസിലായിരുന്നു ഈടോറോ. അതിന് മുമ്പ് നോക്കുകയാണെങ്കിൽ 2019 തൊട്ട് 2021 വരെ നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റിലായിരുന്നു. കാരണം വെച്ചാൽ അത് ബുൾറൺ കാലഘട്ടമായിരുന്നു, ക്രിപ്റ്റോ ബുൾറൺ കാലഘട്ടം. കൊറോണ വൈറസ് വന്നു, എല്ലാവരും ഉള്ളോട്ട് വലിഞ്ഞു, ട്രേഡ് ചെയ്യാൻ തുടങ്ങി, കാശ് ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്താൻ തുടങ്ങി. മീൻസ് ഓരോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ഒക്കെ ക്രിപ്റ്റോ എക്സ്ചേഞ്ചിലൊക്കെ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. മീൻസ് ഓരോ ക്രിപ്റ്റോയിൽ പോയി ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഈ ഈടോറോയിലും അവർ കയറി ഇൻവെസ്റ്റ് ചെയ്തു. അപ്പൊ അവർക്ക് കമ്മീഷനൊക്കെ കിട്ടിയിട്ടുണ്ടോ? മീൻസ് അങ്ങനെ നല്ല ആക്ടിവിറ്റി കൂടി അവരുടെ പ്ലാറ്റ്ഫോമിൽ. അപ്പൊ ഓബിയസ്ലി കാശും കൂടി ഉണ്ടാവും. ബേസിക്കലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ട്രേഡൊക്കെ നടത്തിയ കമ്മീഷനൊക്കെ കിട്ടി. അങ്ങനെ വലിയ രീതിയിൽ കാശ് ഉണ്ടാക്കിയിട്ടുണ്ടാവും അവര്. അപ്പൊ ഒരു 150 ബില്യനാ, 150 തൊട്ട് 120 മില്യൺ പ്രോഫിറ്റ് അവർക്ക് ഉണ്ടായിരുന്നു. പിന്നെ 2022 അവർക്ക് ലോസായി. 2023 അവർ വീണ്ടും പ്രോഫിറ്റിലെത്തി. $15 ബില്യൺ. $15 മില്യൺ പ്രോഫിറ്റ് വന്നു 2023. $15.5 മില്യൺ റീസണബിൾ. പിന്നെ പതുക്കെ മാർക്കറ്റ് പിക്കപ്പ് ചെയ്യാൻ തുടങ്ങി. മീൻസ് ആൾക്കാർ വീണ്ടും ഈടോറോയിലും എക്സ്ചേഞ്ചിലൊക്കെ പോയിട്ട് ട്രേഡ് ചെയ്യാനൊക്കെ തുടങ്ങി, ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ. അപ്പൊ വീണ്ടും അവർക്ക് കാശ് കിട്ടാൻ തുടങ്ങി. 2024 ആയപ്പോ ഒരു പിനാക്കിൾ പോയിന്റ് ആണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിപ്റ്റോ ETFs ഒക്കെ ഇഷ്യൂ ചെയ്യാൻ തുടങ്ങിയ ഒരു കാലഘട്ടമാണ്. അപ്പൊ ആൾക്കാർ വല്ലാണ്ട് ക്രിപ്റ്റോയിലൊക്കെ വിശ്വാസം കൂടി. ആൾക്കാർ ഈടോറോയിലും, പിന്നെ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ വരെയായിരുന്നു, ട്രംപ് വിജയിക്കുന്ന ഒരു ഹോപ്പ്. അപ്പൊ എന്തെങ്കിലും പ്രോ ക്രിപ്റ്റോ ലോകത്തേക്ക് നമ്മൾ കിടക്കാൻ പോകണമെന്നുള്ളൊരു ആന്റിസിപ്പേഷൻ ഉണ്ടായിരുന്നു പലരുടെ ഉള്ളിൽ. വിജയിക്കുന്നു, ട്രംപ് വിജയിക്കുന്നു, അല്ലെങ്കിൽ ക്രിപ്റ്റോന് നല്ല അനുകൂലമായ നിയമങ്ങൾ വരുന്നില്ല. അപ്പൊ കണ്ടമാനം ആൾക്കാർ ക്രിപ്റ്റോയിലേക്ക് കയറാൻ വീണ്ടും തുടങ്ങി. പിന്നെ 2025 ആയപ്പോ ട്രംപ് വിജയിച്ചു. അപ്പൊ എല്ലാതരം ഗുണങ്ങളും ക്രിപ്റ്റോന് അനുകൂലിച്ചുള്ള നിയമങ്ങളാണ് 2025 വരാൻ പോണത്. മനസ്സിലായി? പിന്നെ ഒരു ബുൾ റൺ കൂടി വരുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. മീൻസ് ഇൻട്രസ്റ്റ് റേറ്റ് റിലാക്സ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് റിലാക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ആൾക്കാർ റിസ്കിയർ അസറ്റ്സിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ വീണ്ടും ബുൾ റൺ തുടങ്ങും. ആൾ സീസൺ ആണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. പക്ഷെ ബിറ്റ്കോയിൻ ഇനി കയറോ എന്നിട്ട് വീണ്ടും ഡൗൺ ആവോ എന്നുള്ളൊരു ചോദ്യം ഉണ്ട്. അതിപ്പോ കയറണ പോലെ ഒരു അന്തരീക്ഷം ഉണ്ട്. പക്ഷെ അത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ സീസൺ തുടങ്ങാനുള്ള ചാൻസസ് ഭയങ്കര കൂടിക്കൊണ്ടിരിക്കുക. ആൾ സീസൺ ആണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. മനസ്സിലായി? എന്തായാലും ശരി, ഈടോറോ 2025 IPOന് ശേഷം എങ്ങനെ പോയി 5 ബില്യൺ ഒക്കെ കാണുന്നു, ചില 10 ബില്യൺ ഒക്കെ ആവാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ബുൾറന്റെ കാലഘട്ടത്തിൽ ഈ വക പ്ലാറ്റ്ഫോമിനൊക്കെ ഡിമാൻഡ് കൂടാനുള്ള സാധ്യതയുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ട്രേഡ് നടക്കാൻ പോകും. മെയിൻ സ്ട്രീമിംഗ് കൂടെ ആയാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈടോറോ ഒക്കെ ചിലപ്പോ ഭാവിയിൽ ഹൗസ് ഹോൾഡ് നെയിം വരെ ആവും. ഹൗസ് ഹോൾഡ് നെയിം ആയില്ലെങ്കിലും കുറച്ച് കൂട്ടം ആൾക്കാരുടെ ഇടയിൽ, കുറച്ച് വലിയൊരു ഗ്രൂപ്പില് ആൾക്കാരുടെ ഇടയിൽ അവർ അറിയപ്പെടും. ചിലപ്പോൾ അവർ $10-20 ബില്യൺ ഒക്കെ ആവും. $30 ബില്യൺ ഒക്കെ വാല്യൂഷൻ വരാം. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണം, ബുൾ റണ്ണിൽ കഴിഞ്ഞിട്ട് ബെയർ റൺ വരും. ബെയർ റൺ ഭയങ്കര ഫാസ്റ്റിലായിരിക്കും വരാം. ഈ കാലഘട്ടത്തിൽ ഭയങ്കര സ്പീഡിലായിരിക്കും എല്ലാവരും
എല്ലാ കാര്യങ്ങളും നടക്കുക. അപ്പൊ ചിലപ്പോൾ 5 ബില്യൺ പോയിട്ട് എല്ലാം പൊളിഞ്ഞു പപ്പടാനുള്ള സാധ്യതയുണ്ട്. ഗോൾഡ്മാൻ സാക്സ്, സിറ്റി ഗ്രൂപ്പ്, UBS എന്നിവ ഫേമുകളൊക്കെയാണ് അവർ അണ്ടർറൈറ്റ് ചെയ്യുന്നത്. മേജർ ഫിനാൻഷ്യൽ ഫേംസുകളാണ് അവർ അണ്ടർറൈറ്റ് ചെയ്യുന്നത്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ക്രെഡിബിലിറ്റിയാണ് ഈ ടോറന്റ് കിട്ടുന്നത്. മീൻസ് ആ ഇൻവെസ്റ്റേഴ്സിന് ഒരു വിശ്വാസം കിട്ടും, ക്രെഡിബിലിറ്റി ഉണ്ടാവും. ഇൻവെസ്റ്റേഴ്സിന്റെ ഇടയിൽ ഒരു ക്രെഡിബിലിറ്റി കിട്ടും ഈ ടോറന്റ്. മനസ്സിലായി? മീൻസ് ഇത്രയും ഫേമുകളാണല്ലോ അവർ IPF ഫയലിന് അണ്ടർറൈറ്റിംഗ് ചെയ്യുന്നത്. അപ്പൊ ഇതൊരു വലിയ ഇതാണ്, ഇവന്റ് ആണ് ഈ ടോറന്റിനെ സംബന്ധിച്ച്. അണ്ടർറൈറ്റ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക്കലി റിസ്ക് അസസ് ചെയ്യുന്ന എത്ര വാല്യൂഷൻ വരാം നോക്കില്ല. അത് കാരണം ഈ ഫേമുകൾക്കൊക്കെ കൊടുക്കണം, ഈ ഫിനാൻഷ്യൽ ഫേംസിന് വലിയ. പക്ഷെ നമ്മൾ കാര്യം മനസ്സിലാക്കണം, ഈ ടോറ എന്നാലും IPOന് ശേഷം പൊളിയാനുള്ള സാധ്യതയുണ്ട്. വലിയൊരു പേരാണ് വന്നു കഴിഞ്ഞു കത്തിക്കല് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വലിയ റിസർഷനൊക്കെ വരാണെങ്കിൽ അപ്പൊ പൊളിഞ്ഞു പപ്പടാവും. ഒരു നിർബന്ധമൊന്നുമില്ല വിജയിക്കുന്നു. പക്ഷെ എന്നാലും ഈ ടോറപ്പ വൻ സക്സസ്ഫുൾ ആണ് ഈ ഇപ്പൊ നിലവിലുള്ള അവസ്ഥ വെച്ചിട്ട്. മനസ്സിലായോ? ഇത് ഹൗസ് ഓഫ് കാർഡ്സ് ആണ്, ചീട്ട് കൊട്ടാരാണ്. ചീട്ടൊന്ന് വീണ് തുടങ്ങിയ പിന്നെ എല്ലാം പൊളിഞ്ഞു പപ്പടാവും. അത് നിങ്ങൾ ആലോചിച്ചോളൂ. പക്ഷെ ഇത് ക്രിപ്റ്റോന് നല്ലതാണ്, കാരണം ക്രിപ്റ്റോ ഭൂമിയാണ് പോകുന്നത്, ഫസ്റ്റ് ചാനലില്ല. കുറച്ച് കാലത്തേക്ക് കിട്ടാം. മീൻസ് സേഫ് നല്ല പ്രൊജക്റ്റുകൾ, യൂട്ടിലിറ്റി പ്രൊജക്റ്റുകൾ വിജയിക്കുന്ന നിർബന്ധമില്ല. എന്നാലും അവരായിരിക്കും ഏറ്റവും അവസാന കാലഘട്ടത്തിൽ കൂടുതൽ നേരം ലാസ്റ്റ് ചെയ്യുന്ന പ്രൊജക്റ്റുകൾ ഞാൻ വിശ്വസിക്കുന്നു. എനിക്കറിയില്ല, ചിലപ്പോൾ പ്യുവർലി റാൻഡം ഇവന്റ് കാരണം പൊളിഞ്ഞു പപ്പടാവും. അല്ലത് ആ മാർക്കറ്റിന് ഇല്ലാണ്ടാവും. മറ്റേ ഓൾ മൈറ്റി പുഷ് എന്ന് പറയണ വഴി എന്തായാലും ശരി. അതാണ് ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.